അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കായിക വാർത്തകൾ നോക്കിയാലോ. ഇതിഹാസ തുല്യമായ കരിയറിൽ സ്വന്തമാക്കാൻ കഴിയാത്ത കിരീടം വിരമിച്ചതിന് ശേഷം സ്വന്തമാക്കിയിരിക്കുകയാണ് AB ഡിവില്ലിയേഴ്സ്. ലോക ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ AB ഡിവിയുടെ സെഞ്ചുറി കരുത്തിൽ പാകിസ്ഥാനെ 9 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക തകർത്തിട്ടുള്ളത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ഖിലാഫ്, വളരെ വാശിയേറിയ മത്സരം നടക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ ഒഴിവായതോടുകൂടിയാണ് പാകിസ്ഥാന് ഫൈനലിലേക്കുള്ള ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടായത്. ശരിക്കും സെമി കളിക്കാതെയാണല്ലോ അവർ പോയത്. പക്ഷെ സെമിയിൽ സാക്ഷാൽ ABD അവിടെ ഒരു കരുത്തുട്ട കോട്ടയായി നിൽക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫൈനലിൽ AB ഡിവില്ലിയേഴ്സിന്റെ കരുത്ത സെഞ്ചുറി മികവിലാണ് ദക്ഷിണാഫ്രിക്ക ഇപ്രാവശ്യം ലോക ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയത്. ഇതിൽ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം എടുത്തു നോക്കിയാൽ AB ഡിവില്ലിയേഴ്സിന്റെ 3ാമത്തെ സെഞ്ചുറി ആയിരുന്നു ഫൈനലിൽ കഴിഞ്ഞ ദിവസം അടിച്ചുകൂട്ടിയത്. കൂടാതെ അർദ്ധ സെഞ്ചുറി ഉണ്ട്. ഈ ടൂർണമെന്റിൽ മികച്ച ഒരു പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ഇതിൽ ഓർക്കുക, 41 വയസ്സ് ആയ ഒരു താരമാണ് മികച്ച രീതിയിൽ ഇപ്പോഴും ബാറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇതിൽ നമ്മൾ എല്ലാവരും സമൂഹ മാധ്യമത്തിലെല്ലാം ചോദിക്കുന്നത് ഇപ്പോഴും ഒന്ന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ABD എന്തുകൊണ്ട് വിരമിച്ചു എന്നൊക്കെ കാര്യമാണ് ചോദിക്കുന്നത്. എന്തായാലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയ ലക്ഷ്യം 19 ബോൾ ശേഷിക്കെയാണ് ദക്ഷിണാഫ്രിക്ക മറികടന്നത്. ഇതിൽ ദക്ഷിണാഫ്രിക്കയുടെ ഇമ്പാക്ട് പ്ലെയറായാണ് AB ഡിവില്ലിയേഴ്സ് രണ്ടാമത്തെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയത്. ഇതിൽ 160 ബോളിൽ നിന്ന് 120 റൺസാണ് നേടിയത്. അതായത് 200 സ്ട്രൈക്ക് റേറ്റോട് കൂടിയായിരുന്നു താരത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസ്. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സെമി കളിക്കാതെയാണ് ഈ ഒരു ഫൈനൽ കലാശപ്പോരിലേക്ക് എത്തിയത്. ഇന്ത്യ ആയിരുന്നു സെമിയിൽ പാകിസ്ഥാന്റെ എതിരാളികൾ. നിരവധി വിമർശനങ്ങളും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയ ഇന്ത്യ ഒഴിവാകുകയായിരുന്നു. ഇതേ തുടർന്നാണ് പാകിസ്ഥാൻ ഈ ഒരു ഫൈനലിലേക്ക് എത്തുന്നത്. എന്തായാലും ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് AB ഡിവില്ലിയേഴ്സിന്റെ കന്നി കിരീടമാണ്. ഈ IPL-ലും അതേപോലെ തന്നെ വ്യക്തിപരമായും അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിഗത റെക്കോർഡുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കിരീടം എന്ന കിരീടം ABDക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു കിരീട വരൾച്ചയ്ക്കാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതിനൊരു അറുതി വരുത്തത് എന്ന് വേണമെങ്കിൽ പറയാം ബിനിൽ. ഓക്കെ, ശരി. അപ്പോൾ ആ കിരീട ദാഹം അങ്ങ് തീർത്തിരിക്കുകയാണ്. ABD വലിയ സെഞ്ചുറി കരുത്തിൽ അങ്ങനെ സൗത്ത് ആഫ്രിക്ക കിരീടം നേടിയിരിക്കുകയാണ്. തൻ്റെ വിരമിക്കലിന് മുന്നേ തൻ്റെ ആക്റ്റീവ് ക്രിക്കറ്റ് കരിയറിൽ നേടാൻ സാധിക്കാത്തത് AB ഡിവില്ലിയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റിംഗ് ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. ഒരു സംശയവുമില്ല. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു കിരീടം നേടാത്തതിൽ ദുഃഖിച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വ്യക്തിപരമായുണ്ട്. അതുകൊണ്ട് തന്നെ ABDയുടെ ആ നേട്ടം അവരെല്ലാം സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളെയും സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും.